കൊട്ടിയൂർ പോയതിൻ്റെ ബാക്കി വിശേഷം ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ മടി കാരണം അങ്ങോട്ട് പറ്റണില്ലെന്നേ. ഫൈനലി നമ്മളത് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ റംബൂട്ടാൻ മരത്തിൻ്റെ ചോട്ടിൽ പോയി വായി നോക്കി നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ കുറച്ച് വാങ്ങിച്ചു. 200 രൂപയാണ് 1 കിലോയ്ക്ക് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നത് ഒരു വീക്കെൻഡ് ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ മറ്റേ പുഴയുടെ സൈഡിൽ ആളുകൾ ഇങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങി കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ഉരയ്ക്കുന്നൊക്കെ കണ്ടു. ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് അവിടെ തന്ന കല്ലെടുത്ത് ഞാൻ ഉരയ്ക്കുകയും ചെയ്തത്. ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂവിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ 5 മണിക്കൂർ ക്യൂ ആണെന്ന് പറഞ്ഞു. ആൻഡ് ആ 5 മണിക്കൂർ എനിക്ക് സഫക്കേറ്റഡ് അവിടെ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് തിരക്കും തിക്കൊക്കെ വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ താഴെ നല്ലോണം പ്രാർത്ഥിച്ച് തൊഴുതു. ആൻഡ് നല്ലോണം പ്രാർത്ഥിക്കാനും പറ്റി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഉണ്ണിയപ്പം ഒക്കെ കിട്ടിയായിരുന്നു. എൻ്റെ കസിൻസ് വാങ്ങിച്ചതാണ്. ഞാൻ അവിടെ കയ്യിൽ നിന്ന് കഴിയിട്ട് വരെ അങ്ങ് കഴിച്ചു. പിന്നെ നേരെ നമ്മൾ വരാൻ നേരത്ത് ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ കല്ലുകളൊക്കെ അടുക്കി വെക്കണം കണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു. ആൻഡ് വരുന്ന വഴി നമുക്കൊന്നും അറിയില്ലല്ലോ. ലൈക്ക് ഞാനത് മുന്നിട്ട് പോകും. അപ്പോൾ ആരൊക്കെ എങ്ങോട്ട് പോകണം അവരുടെ പുറകെ ഞാൻ അങ്ങോട്ട് പോകും. പുറകെ ക്യാമറയായിട്ട് എൻ്റെ ചേച്ചിയോ ചേട്ടൻ ആരെങ്കിലൊക്കെ ഇട്ടുണ്ടാവും. അങ്ങനെയാണ്. എന്നിട്ട് നേരെ ഈ ഒരു പ്രസാദം കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അപ്പുറത്തെ കൊട്ടിയൂർ പോയി. അവിടെയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വരാൻ നേരത്ത് ഓടപ്പൂ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് പിന്നെ നമ്മൾ നേരെ വണ്ടിയിലേക്കാണ് പോയത്. പോണ വഴിയൊക്കെ ഈ ഒരു സ്കൂൾ കണ്ട് എന്ത് രസമല്ലേ. ഈ ഒരു സ്കൂളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് വിശന്നിട്ട് പാടില്ല. നമുക്ക് ഈ ഒരു തിരക്കിൽ നിന്ന് മാറിയാലാണ് നമുക്കൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ പറ്റും. ഫൈനലി നമുക്കൊരു സ്പോട്ട് കിട്ടി. ആൻഡ് ഫുഡ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആൻഡ് ഓൾസോ എനിക്ക് വലിയ ആ ഒരു സമയത്ത് ഉച്ച സമയത്തൊക്കെ ഇറങ്ങാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് പറശ്ശിനിക്കടവ് വന്നത്. ആൻഡ് അവിടെ പോയി ആദ്യമായിട്ടാണ് ഞാൻ പറശ്ശിനിക്കടവ് തന്നെ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അറ്റ് എ ടൈം നല്ല തിരക്കുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബിക്കോസ് ഈ തിരക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൈയും കാലൊക്കെ കഴുകാന്ന് വെച്ചാൽ ആരെങ്കിലും ബാക്കി ഒന്നും തട്ടിയാൽ മതി. തീർന്ന്. നല്ല രസമാണ്. എനിക്ക് നീന്താനും അറിയാൻ പാടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി അവിടെ തന്നെയുള്ളൊരു പ്ലേസിൽ കയറി. ആൻഡ് നമ്മൾ ചെറുകടികളും ചായയൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് അവിടെയും എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പഴംപൊരിയുടെ അവസ്ഥ നിങ്ങളൊന്നും കാണണം. അതിൻ്റെ പേര് പഴംപൊരി എന്നും പഴം അതിനകത്ത് കാണാനില്ല. ഒരു ചെറിയത് ലൈക്ക് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പഴംപൊരിയും കുറേ മാവും. അതായിരുന്നു അവസ്ഥ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പഴംപൊരി കഴിക്കണത്. അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. ആ സമയത്ത് നിങ്ങളൊന്നും കണ്ടില്ല. ഞാനും അമ്മുവും കൊച്ചും മാത്രമേ ഉണ്ടായുള്ളൂ. ഇവർ ചെരുപ്പ് വെപ്പാൻ പോയിട്ട് ഞങ്ങൾ നേരെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്നിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ നമ്മൾ മോർണിംഗ് എത്തി. പിന്നെ മെട്രോ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.